CPI-യുടെ പുതിയ ലുക്ക് ഭാരതാംബയെ കണ്ടായിരുന്നോ? ആ കണ്ടു നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടല്ലേ? കൊടി ആരെങ്കിലും ഒന്നും തിരിച്ചു അല്ല, അത് കോൺഗ്രസിന്റെ ഭാരതാംബയാണെന്നും ചില ട്രോളുകളുണ്ട്. എന്തായാലും ഈ ഭാരതാംബ നമ്മുടെ ഗവർണർക്കാണ് ഒരു കയ്യടി കൊടുക്കേണ്ടത്. ഭാരതാംബ എന്ന് പറയുന്ന ഒരു ആ ഒരു രൂപം അല്ലെ, ആ ഒരു നമ്മളൊക്കെ എപ്പോഴും സ്നേഹത്തോടെ അല്ലെങ്കിൽ നമ്മളെപ്പോഴും കാണുന്ന മനസ്സിൽ കാണുന്ന ഭാരതാംബയുടെ ഒരു രൂപം വീണ്ടും ഈ കേരളത്തിലെ ചർച്ചാ വിഷയമായി. പ്രത്യേകിച്ച് പിണറായി സർക്കാർ ഭരിക്കുന്ന ഈ നാട്ടിൽ അവർക്ക് ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പമേ ഇല്ല എന്ന് CPM പറയുമ്പോൾ CPI ആ കൊടി ഉയർത്തി കാണിക്കുക. അതെ അത് ആ ഗവർണർ ഇവരുടെ ഗുരുവായിട്ടുള്ള രാജേന്ദ്ര ആർലക്കർക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ബിഗ് ഹാൻഡ് കൊടുക്കേണ്ടത് അല്ലേ? ആദ്യമായിട്ട് CPI-യുടെ അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതിൻ്റെ 1930-കളിൽ ഉണ്ടായതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഭാരതാംബയ്ക്കും ഭാരത് മാതാക്കി എന്ന ആവേശപൂർവ്വം വിളിക്കുക. നരേന്ദ്രമോദി പോലും ഇത്രയും ആവേശത്തോടെ വിളിക്കാറില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാക്കിലും കായംകുളത്തും അങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം അത്യധികം ആവേശത്തോടു കൂടി ഭാരതാംബ. നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖം എന്താന്ന് അറിഞ്ഞൂടാ, ഈ നമ്മുടെ LDF സർക്കാരിന് മൊത്തത്തിൽ കണ്ട ശേനിയ. വിഴിഞ്ഞം തുറമുഖത്ത് രാജീവ് ചന്ദ്രശേഖരൻ ഭാരത് മാതാ കി ജയ്ന്ന് വിളിച്ചതിന് റിയാസ് അവിടെ കിടന്നു എന്താ പൊരിപ്പായിരുന്നു. കണ്ടില്ലേ അവിടെ ഇരുന്ന് ഭാരത് മാതാ കി ജയ്താ വിളിക്കുന്നത്, സർക്കാരിന്റെ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് അന്ന് വിളിച്ച ആളാണ് ഇപ്പൊ മിണ്ടാട്ടേ ഇല്ല. എന്തോ തെറി വിളിച്ചെന്നുള്ള മട്ടിലാണ് റിയാസ് അന്ന് പ്രതികരിച്ചത്. അപ്പോൾ ഇപ്പം MP ഗോവിന്ദനും പ്രതികരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അമ്മയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഭാരത് മാതാ ഞങ്ങൾക്കില്ല, പിതാവ് മാത്രമേ ഉള്ളൂ, പിതൃഭൂമി സോഷ്യലിസ്റ്റ് പിതൃഭൂമി എന്നൊക്കെയാണ് പറയുന്നത്. അത് പറയാൻ കുഴപ്പമില്ല. അപ്പോൾ ഗോവിന്ദൻ മനസ്സിലാക്കാത്ത ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്, അച്ഛനെങ്കിലും ഇല്ലെങ്കിലും കുഞ്ഞുങ്ങളുണ്ടാവാം, പാർത്തനോജെനിസിസ് എന്ന് പറയും. അങ്ങനെ കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ഉണ്ടാക്കാൻ തെളിയിച്ചിട്ടുണ്ട്. അച്ഛൻ വേണമെന്നില്ല, അറിയപ്പെടുന്ന ഒരു അച്ഛൻ വേണമെന്നില്ല. ടെസ്റ്റ് ട്യൂബ് ബേബിയൊക്കെ അങ്ങനല്ലേ ജനിക്കുന്നത്. അപ്പോൾ അങ്ങനെ പക്ഷേ ഒരമ്മയില്ലാതെ ഒരിക്കലും ഒരു കുഞ്ഞ് ജനിക്കുന്നില്ല. അതാണ് അമ്മയുടെ പ്രാധാന്യം. അമ്മയില്ലാതെ ഒരിക്കലും ഒരു കുഞ്ഞ് ജനിക്കുകയില്ല, അതിനൊരു അമ്മ വേണം. അപ്പോൾ എന്നുകൊണ്ട് സ്വയംഭൂവായിട്ട് ഒരിക്കലും ഒരു കുഞ്ഞ് ജനിക്കാറില്ല, അമ്മ വേണം. അപ്പോൾ അതുകൊണ്ട് അമ്മ എന്ന് പറയുന്നത് സ്ത്രീ എന്നൊരു സങ്കല്പം ഭാരതത്തിൽ ഭയങ്കരമാണ്. സ്ത്രീക്ക് കൂടുതൽ പ്രാധാന്യം നമ്മൾക്കറിയാം. ഇപ്പൊ ഇന്ത്യ പാക് സംഘർഷത്തിൽ പോലും സ്ത്രീ പ്രാതിനിധ്യം, ഇന്ദിരാഗാന്ധി എത്രയോ പേർ സ്ത്രീകളെയാണ് ഇപ്പൊ നമ്മുടെ രാഷ്ട്രപതി തന്നെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം നൽകുന്നവർ മറ്റേത് രാജ്യങ്ങളെക്കാളും ഇന്ത്യ കുറച്ചുകൂടി പ്രാധാന്യം നൽകുന്നു. സ്ത്രീയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരെ ദേവിയായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു രാജ്യം. പക്ഷേ ഈ CPM സർക്കാർ സത്യം പറഞ്ഞ സംസ്ഥാന സർക്കാർ നമ്മുടെ കുറെ ആശമാർ ഇതാണ്ട് അവിടെ കിടന്ന് മഴയത്തും വെയിലത്തും കണ്ടപ്പോൾ അവരെ നികൃഷ്ട ജീവികളായിട്ടാണ് കാണുന്നത്. അവരിതാ നിലമ്പൂരിലേക്ക് പോയിട്ടുണ്ട്. അവർ നിലമ്പൂരിലേക്ക് രണ്ടും കൽപ്പിച്ച് കുറെ CPO ഉദ്യോഗാർത്ഥികൾ സ്ത്രീകളോട് ഇവർ കാണിക്കുന്ന വിവേചനം നമുക്കറിയാം. ഇവരുടെ പാർട്ടിക്കകത്ത് തന്നെ എത്ര സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നു, നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ സാന്നിധ്യം. അവരെയൊക്കെ അടിച്ചമർത്തുന്ന രീതിയിലല്ലേ ഈ പാർട്ടി. ഉദാഹരണം നമ്മുടെ ശൈലജ ടീച്ചർ മറ്റൊരു ഉദാഹരണം. അടുത്തൊരു മുഖ്യമന്ത്രി ആവാൻ വളരെ സാധ്യതയുള്ള ഒരേ ഒരു പ്രതിഭയാണ്. അടുത്തത് ഇവർ LDF സർക്കാർ വരുവാണ്. ഇപ്പൊ പിണറായിയെക്കാളും നല്ലൊരു ഭരണ തന്ത്രമുള്ള അല്ലെങ്കിൽ ഭരണ നൈപുണ്യമുള്ള നമ്മൾ കണ്ടതാണ് കോവിഡ് സമയത്ത് അവരെയൊക്കെ പല രീതിയിലും ട്രോളുന്നുണ്ട്. അതെ അവരുടെ ആ ഒരു നിയന്ത്രണം, ഒരു ഏകീകരണം, അതൊറ്റ ഇതുകൊണ്ടാണ് കേരളത്തിന്റെ ആരോഗ്യം ഇന്ന് താണ്ട് വീണ ജോർജ് അതിനുശേഷം ഭരിക്കുന്നത്. എന്തല്ലേ എവിടെയല്ലേ എന്താണ് ആരോഗ്യ മേഖലയിൽ രക്ഷപ്പെടാൻ പറ്റിയിട്ടുള്ളത്? ഇല്ല. അപ്പം അത്തരത്തിലുള്ള സ്ത്രീകളെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള ഒരു വെറും എന്താ പറയുന്നത് പന്ന പാർട്ടിയാണ് CPM എന്ന് പറയുന്നത് എന്ന് തന്നെ ഞാൻ പറയേണ്ടിയിരിക്കും. ആ ഇടയ്ക്കാണ് ഇപ്പോൾ ഭാരതാംബെ അവർക്കത് തന്നെ വേണം. കാരണം ഗവർണർ അത്തരത്തില് അദ്ദേഹത്തിനെയും കൊണ്ട് ചെയ്ത ഏറ്റവും വലിയ കാര്യം അതാണ്. ഭാരത് മാതാ കി ജയ് എന്ന് വിളിപ്പിച്ചത് ഉൾപ്പെടെ ഭാരതാംബയുടെ ചിത്രം അത് തലതിരിഞ്ഞു പോയെങ്കിലും ചിത്രം വരെ വരപ്പിച്ച് അവിടെ പോസ്റ്ററിൽ, അതായത് എവിടെയായിരുന്നു സാർ? കോട്ടയത്ത് പാക്കിൽ എന്ന് പറഞ്ഞ പാക്കിൽ ധർമ്മശാസ്ത്ര പ്രതിനിധി സമ്മേളനത്തിലെങ്ങാണ്ടായിരുന്നു. പാക്കിൽ എന്നുള്ളതിന് പാക്കനാരുടെ സ്ഥലത്തെയാണ് ഈ പാക്കിൽ എന്ന് അറിയപ്പെടുന്നത്. സാധാരണ ചുമന്ന കൊടി പാറിച്ചോണ്ടിരുന്നിടത്ത് ഭാരതാംബയുടെ ത്രിവർണ പതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രം. ആ ചിത്രത്തിനെ പറ്റി എന്ത് പറയുന്നു സാർ? ചിത്രത്തിൽ നല്ല മനോഹരമായ ഒരു സാരിയാണ് ഭാരതാംബയെ അവർ ഉടുപ്പിച്ചിരിക്കുന്നത്. പുതിയ ഡിസൈനിലുള്ള സാരിയാണ്. ഭാരതാംബയുടെ കാവിക്ക് വരം 3 കീറി അതിനെ 3 കളർ ഒട്ടിച്ച് വലിച്ചു കീറി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് അവരുടെ ഈ ഭാവന.
അല്ല അതിലും ട്രോൾ വന്നിട്ടുണ്ട്. ഇതെന്താ കോൺഗ്രസ്സുകാരുടെ ഭാരതാംബയാണ്. ഭാരതാംബ ആ സാരിയെ കിട്ടിയുള്ളൂ. നോക്കിയപ്പോൾ കടയിൽ നോക്കിയപ്പോൾ ആ സാരിയേ ഉള്ളൂ, അതെടുത്ത് അങ്ങ് ഉടുപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കാവ്യ എന്ന് പറയുന്ന ഹിന്ദുവിനോടുള്ള അവരുടെ ഒരു അലർജി ഉണ്ടല്ലോ, അത് തന്നെ കാവ്യയോടെ അവർക്കൊരു അലർജി ഉണ്ട്. അതുകൊണ്ട് കാവ്യ ഭാഗം അങ്ങ് പിശുക്കി ഒതുക്കി അങ്ങ് വെച്ചു, മടക്കി സാരി സാരിയുടെ ഫോൾഡായിട്ട് അങ്ങ് വെച്ചു അല്ലേ, ഫോൾഡെന്നല്ലേ, ഫോൾഡായിട്ട് അങ്ങനെ വെച്ചു. കാവ്യെ എങ്ങനെ ഒതുക്കാമോ അതുപോലെ ഒതുക്കി. അപ്പോൾ കാവ്യെ ഇന്ത്യയിൽ ഒതുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ മുക്കറയിട്ടും ചുരമാന്തിയും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടന്നത്. കാവ്യെ ഇന്ത്യയിൽ ഇല്ലാതാക്കി കളയും, RSSനെ ഇല്ലാതാക്കി കളയും. അങ്ങനെ മുക്കറയിട്ട് ചുരമാന്തി കാളക്കുട്ടന്മാരായിട്ട് നടക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. അവരെത്ര വിചാരിച്ചിട്ടും അവർക്കാണത് സംഭവിച്ചെന്ന്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാണ് അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ദുരന്തങ്ങളും സംഭവിച്ചത്. കാവി ഉഗ്രമായിട്ട് ചെങ്കോട്ടയിൽ നിന്ന് കാവി പാറുകയും ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട്, എന്നാൽ പിന്നെ ഈ പതാക വഴിയെങ്കിലും നമുക്ക് ഈ ഭാരതാംബയെ ഒട്ടിക്കുന്ന വസ്ത്രത്തിലെങ്കിലും കാവി ഇല്ലാതാക്കാമെന്ന് പ്രതീകാത്മകമായിട്ട് ഒരു ചിത്രീകരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു ഈ ചിത്രത്തിൽ. അത് ഇപ്പം നിലവിലില്ല, അത് പിൻവലിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ട്രോളിൽ മാത്രമേ അതുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഭാരതാംബയോടുള്ള ഭക്തി. ഇനിയും പിന്നെ രഞ്ജിനി പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം കൂടെ, ഇന്ത്യയുടെ എന്ന് പറഞ്ഞ് മാത്രമല്ല നമ്മുടെ വിശ്വാസ ഗോപുരത്തിൻ്റെയും ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആരാ, ഹിന്ദുമത വിശ്വാസത്തിൻ്റെ ഹിന്ദു മിത്തോളജിയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന വിഗ്രഹമാണ്. അത് സത്യമോ മിഥ്യയോ എന്നുള്ളതല്ല, മിത്താണോ എന്നുള്ളതല്ല, ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആരാണ്, നമ്മൾ ഏറ്റവും അധികം ശക്തിയുള്ള ദൈവം എന്ന് കരുതുന്ന ആരെയാണ്? പരാശക്തി, ആദി പരാശക്തി എന്ന് പറയുന്നത് ആദിയിൽ ഉണ്ടായിരിക്കുന്നത് ആ അമ്മയിൽ നിന്നാണ്. ആദി പരാശക്തി എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ബ്രഹ്മനും, അത് ബ്രഹ്മാവായാലും ശരി, വിഷ്ണു ആയാലും ശരി, മഹേശ്വരനായാലും ശരി, എല്ലാത്തിനും മീതെ നിൽക്കുന്ന ഇന്ത്യയുടെ എല്ലാ സിസ്റ്റത്തിനും, എല്ലാ പാർട്ടികളുടെയും, എല്ലാ മനുഷ്യരുടെയും, എല്ലാ സ്ഥാപനങ്ങളുടെയും, പ്രധാനമന്ത്രിയുടെയും, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതാണ് അവരുടെ എല്ലാം മുകളിൽ നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെയും കോടതിയുടെയും എല്ലാം മാധ്യമങ്ങളുടെയും എല്ലാം മീതെ നിൽക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭരണഘടനയാണ് എന്ന് പറയുന്നത് പോലെ ഹിന്ദുക്കളുടെ എല്ലാ വിശ്വാസ ഗോപുരങ്ങൾക്കും മുകളിൽ നിൽക്കുന്നത് ആദി പരാശക്തി എന്നുള്ള ആദിമമായ ദൈവം. അത് വളരെ സ്വാഭാവികമാണ്. കാരണം അമ്മയിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത്. അച്ഛനില്ലാതെ എത്രയോ ജനനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അച്ഛൻ വേണമെന്നില്ല. പക്ഷി മുട്ടയിട്ട് അതിൽ നിന്ന് കുഞ്ഞ് വിരിയുമ്പോൾ അതിന് അച്ഛൻ പലപ്പോഴും വേണമെന്നില്ല. പാർത്തോജെനിസിസ് എന്ന പ്രക്രിയ വഴി കുഞ്ഞുണ്ടാവാം. തന്നെയല്ലാതെ അതിനും താഴെയുള്ള ശ്രേണികളിലുള്ള പോകുമ്പോൾ, ഏകകോശ ജീവികളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു അച്ഛൻ്റെ ആവശ്യമില്ല. ഒരു അമീബ മുറിഞ്ഞിട്ട് അത് രണ്ടായിട്ട് തീരുമ്പോൾ അടുത്ത അമീബയാവും, മറ്റേത് അതിൻ്റെ അമ്മയാണ്. അങ്ങനെയാണ് വരുന്നത്, അച്ഛനല്ല. അപ്പോൾ മാതൃസങ്കല്പം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന് സമർപ്പിക്കുക വഴി നമ്മൾ ആ രാഷ്ട്രത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയാണ്, ഭക്തി പ്രകടിപ്പിക്കുകയാണ്. രാജ്യഭക്തി എന്നൊക്കെ പറയുന്നത് അത് തെറ്റുള്ള കാര്യമല്ല. തീവ്രവാദ ഭക്തി, മതഭക്തി എന്നൊക്കെ പറയുന്നതിനേക്കാളും നമ്മുടെ രാജ്യത്തോടുള്ള ഭക്തി തന്നെയാണ് നമുക്ക് വേണ്ടത്. കാരണം ഈ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ റിസോഴ്സുകളാണ് നമ്മൾ അമൃതസ്തന്യമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റു രാജ്യം, നമ്മളിപ്പോൾ നമ്മുടെ മതത്തിൽപ്പെട്ടതാണ് ബ്രൂണൈ. അവിടെയാണെങ്കിൽ പ്രതിശീർഷ വരുമാനം നമ്മുടെ 100 കൂടുതലാണ്. അവിടെ പോയി എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് കിട്ടുമോ? റേഷൻ പോലും കിട്ടില്ല അവിടെ പോയാൽ. അതുകൊണ്ട് മതത്തിൻ്റെ പേരിലുള്ള ഐക്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ രാഷ്ട്രമാണ് നമുക്ക് എല്ലാം തരുന്നത്. നമുക്ക് ചിലപ്പോൾ ചോദിച്ചു വാങ്ങേണ്ടി വരും, അത് വേറൊരു കാര്യം. അതുകൊണ്ട് ഈ രാഷ്ട്രമാണ് നമ്മുടെ ഒരു ക്യാൻവാസ് എന്ന് പറയുന്നത്. അതിനോടൊരു ഭക്തി തീർച്ചയായിട്ടും വേണം. ഒരു പണിയുന്ന ആൾക്ക് ആ പണിയായുധത്തോടുള്ള സ്നേഹം പോലെ, ആ പണിപ്പുരയോടുള്ള സ്നേഹം പോലെ ഒരു സ്നേഹം, നമുക്ക് വിശ്വാസം എല്ലാം ഉണ്ടാകും. അതിൻ്റെയൊക്കെ പ്രതീകമാണ് ഈ ഭാരതമാത. അല്ല അത് ജീവിച്ചിരിക്കുന്ന ഒന്നുമല്ല, അതൊരു മിത്ത് തന്നെയാണ്, സങ്കല്പം തന്നെയാണ്. അതിനെ അനാദരിക്കേണ്ട കാര്യമില്ല. അനാദരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ അനാദരിക്കാനാണ് പ്രസാദ് ചെയ്തത്. അതിനിപ്പോൾ ഉള്ളൊരു പ്രായശ്ചിത്തമാണ് അവർ കായംകുളത്തും പാക്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്.